Hello guys, welcome back to my YouTube channel. I am back with another vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനിൽ ഓളൊന്നുകൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ മെയ് സ്റ്റാർട്ടിങ് ടൈമിൽ പ്ലാനർ എഴുതിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നോർത്താണ്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ കാര്യം വിട്ടുപോയി. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ചേർക്കാം എന്നോർത്തു. ആക്ച്വലി ഞാൻ പഠിത്തത്തിൻ്റെ ട്രാക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിലേക്ക് വീണ്ടും കയറാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാനറൊക്കെ ഉണ്ടാക്കിയത്. ഇത് ആക്ച്വലി കുറച്ച് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ബ്യൂട്ടിഫുൾ കോട്ട്സൊക്കെ ഗൂഗിളിൽ നിന്ന് തപ്പിയെടുത്തിട്ട് പിന്നെ ഞാൻ കലണ്ടറും ഉണ്ടാക്കി എഴുതിയിട്ടുണ്ട്, മെയിൻ കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഗോൾസും അത്രയൊക്കെ ഞാൻ അതിൽ ചേർത്തിട്ടുള്ളൂ. കാരണം എനിക്കറിയാം ഞാൻ ഈ ഒരു മാസം മാത്രമേ ഇത് ചെയ്യുള്ളൂ. ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ള ഒരു കാര്യമല്ല. ഈ മാസം വെറുതെ ഒന്ന് ട്രാക്കിലേക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതും വലിയ പ്രീ പ്ലാൻ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഫീൽ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് മെൻ്റലി പ്രിപ്പയർഡ് ആയോ, അല്ലെങ്കിൽ ഇപ്പോഴും വെക്കേഷൻ മൂഡിലാണോ ഉള്ളതെന്നൊക്കെയുള്ള കാര്യം കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും വെക്കേഷനിൽ ഭയങ്കര ഫൺ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ സ്കൂളിൽ പോകാൻ ഒട്ടും റെഡി ആവുന്നേ ഇല്ല. +1 ആക്ച്വലി ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം സ്കൂൾ തുറക്കുന്നുള്ള കാര്യമൊക്കെ പറയുമ്പം ചെറിയൊരു ബോറടിയാണ്. പിന്നെ ഞാൻ ഈ സ്പൈറൽ നോട്ട് തുറന്ന് കാണിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫിസിക്സിൻ്റെ ആകപ്പാടെ പാർട്ട് 1 ക്ലാസ് കണ്ട് ഈ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും അത് എടുത്തു വെച്ചു. അപ്പോൾ ഞാൻ ഒന്ന് ഡീക്ലട്ടർ ചെയ്യുകയാണ് എൻ്റെ ടേബിളൊക്കെ. ഈ ഇടയ്ക്ക് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഓർക്കുന്നു. കാരണം ടേബിളിലേക്ക് അധികം വരുന്നില്ല, അപ്പോൾ അതിൻ്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. 2 ആഴ്ചയും കൂടി ഉള്ളൂ സ്കൂൾ തുറക്കാൻ. പഠിക്കാനും റെക്കോർഡ് ചെയ്താനും ഒക്കെ സീരിയസ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമായി. അപ്പോൾ ഞാൻ അതുകൊണ്ട് എൻ്റെ ടേബിളൊക്കെ ഒന്ന് വൃത്തിക്ക് ഒതുക്കി വെക്കാമായിരുന്നു. അപ്പോൾ ഞാനിത് പിറ്റേന്ന് രാത്രിയാണ് എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അന്ന് ഏകദേശം ഒരു 6:20 ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒന്ന് കടുങ്കാപ്പി അമ്മയോട് ഇട്ട് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അങ്ങനെ കുടിക്കുന്ന ആളല്ല, പക്ഷെ എന്തോ വീഡിയോയും കൂടി ഉള്ളതല്ലേ എന്ന് വിചാരിച്ച് തരാമോ എന്നൊക്കെ ചോദിച്ചു. ആക്ച്വലി ഇതെനിക്ക് SSLC സമയത്ത് കിട്ടിയ ശീലമാണ്. അപ്പോൾ എനിക്ക് പനിയൊക്കെ പിടിച്ചിട്ട് ഭയങ്കര ചുമയായിരുന്നു. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റാണല്ലോ ഞാൻ പഠിക്കുക. അപ്പോൾ ഈ തണുപ്പും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ചുമയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്ലാസ് കാപ്പി വല്ലതും കുടിച്ചാലേ ശരിയാവുള്ളൂ. അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ ക്ലാസ് കാണാൻ വേണ്ടി ഇരുന്നു. ഒരുപാട് എനിക്ക് ബാക്ക്ലോഗ് കിടപ്പുണ്ട്. അപ്പോൾ ഇത് മിഷൻ ക്ലിയറിങ് ബാക്ക്ലോഗാണ്. അപ്പോൾ എന്തായാലും അതിലേക്ക് കയറി. ഞാൻ ആക്ച്വലി ഫിസിക്സിൻ്റെ പാർട്ട് 1 കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, ബാക്കി ഞാൻ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു ക്ലാസ് കണ്ടിട്ട്. നിതിൻ സാറിൻ്റെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഇൻട്രസ്റ്റ് ആണ് ഫിസിക്സ്. അപ്പോൾ എന്തായാലും ഞാൻ ആ സാറിൻ്റെ ക്ലാസ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മാത്സ് ആക്ച്വലി ഒരു പാർട്ട് കണ്ടിട്ടുണ്ട്, കെമിസ്ട്രി ഫസ്റ്റ് പാർട്ട് പകുതിയും, ഇപ്പോൾ ഫിസിക്സ് ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇത്രയും ഞാൻ കണ്ടിട്ടുള്ളൂ. കുറേ പേര് ഞാൻ നേരത്തെ പഠിക്കാൻ തുടങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ഭയങ്കര ഇഴഞ്ഞാണ് പോകുന്നത്. എനിക്ക് ആക്ച്വലി മനസ്സിലാവുന്നേ ഇല്ല എൻ്റെ പ്രശ്നം എന്താണെന്ന്. കാരണം ഞാൻ ഇപ്പോഴും ഇഴഞ്ഞാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് പഠിക്കണം എന്ന് തോന്നുന്നേയില്ല. പിന്നെ ഞാൻ പഠിക്കണം എന്ന് എനിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കയറിയിരിക്കും. കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മളെ ലേസി ആക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും രാവിലെ ഒരു 1.5 മണിക്കൂർ, ഏകദേശം 2 മണിക്കൂറാണെന്ന് തോന്നുന്നു, അത്രയൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് പാർട്ട് ക്ലാസ് കണ്ടു കഴിഞ്ഞു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തുള്ളൊരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ തൊട്ടടുത്താണ്. അത് ആക്ച്വലി നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, ആക്ച്വലി നല്ല വീഡിയോസ്, പക്ഷെ അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അത് മാത്രം ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും അതൊരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. എപ്പോഴും നമ്മൾ വീട്ടിലിരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പം അത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു 1 മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ലഞ്ച് കഴിച്ചു, പിന്നെ കുറച്ച് നേരം TV ഒക്കെ കണ്ടു, കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുമ്പളപ്പത്തിൻ്റെ ഇല പറിക്കാൻ വേണ്ടിയിട്ട് താഴെ വരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ പഠിക്കാനിരുന്നു. രാവിലെ ക്ലാസ് കണ്ടത് പഠിക്കുകയായിരുന്നു. കാരണം നമ്മൾ ക്ലാസ് മാത്രം കണ്ടിട്ട് ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ ക്ലാസ് കണ്ട കാര്യം പഠിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ നോട്ട് എഴുതിയെടുക്കുന്നത്. കാരണം നമ്മൾ നോട്ട് എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കത് ബ്രെയിനിൽ കയറ്റാൻ പറ്റുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കങ്ങനെയാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ സ്റ്റഡി ടെക്നിക്സാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഞാൻ നോട്ട് ചെയ്തെടുക്കുന്ന അതിനാണ്. എനിക്ക് ഹാൻഡ് റിട്ടൺ നോട്ട്സ് നോക്കി പഠിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഇവൻത്തെ ഒരു സ്ലൈഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ സ്കൂളിൽ നിന്ന് നോട്ട് തരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ലൈഡ്സ് ജസ്റ്റ് റീഡ് ചെയ്യുക, അങ്ങനെയാണ് ചെയ്യാറ്. കാരണം ഞാൻ എപ്പോഴും ഒരു സ്റ്റഡി റിസോഴ്സ് തന്നെ നോക്കി പഠിക്കുന്ന ആളാണ്. എനിക്ക് ഡിഫറെൻറ്റ് അങ്ങനെ നോക്കി മനസ്സിലാക്കി പഠിക്കുന്നവർക്കാണെങ്കിൽ അത് ഓക്കെയാണ്, പക്ഷെ കാണാതെ പഠിക്കുന്ന ആളാണ്. ആക്ച്വലി ഞാൻ 7ാം ക്ലാസ് വരെ CBSE പഠിച്ച ആളാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ കാണാതെയാണ് കൂടുതലും പഠിക്കാറ്. മനസ്സിലാക്കുന്നതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഞാൻ കേരള സിലബസിൽ വന്നു കഴിഞ്ഞിട്ട്
ഏറ്റവും വെട്ടപാട് ഇതായിരുന്നു. എന്തായാലും ഇപ്പോൾ കുഴപ്പമില്ല, മനസ്സിലാക്കി പഠിക്കുന്നതിനും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വീണ്ടും പോയി ഒരു 3 കോംപ്ലോപ്പ് എടുത്ത് കഴിച്ചു. ഏകദേശം ഒരു മണിക്കൂറായപ്പോൾ അത് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നിങ്ങളോട് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുള്ള സമയത്തെ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഏകദേശം ജൂൺ 2023 ഞാൻ എൻ്റെ ആദ്യത്തെ സ്റ്റഡി വ്ളോഗ് ഇടുന്നത്. ഈ ചാനൽ ഒരിക്കലും സ്റ്റഡി വ്ളോഗ് ഇടണമെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതല്ല. നമ്മൾ ആക്ച്വലി ഫൺ കണ്ടൻസിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള ചാനലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റഡി വ്ളോഗ് ഫസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഏകദേശം 300-400 സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആക്ച്വലി വേറൊരു ചാനൽ തുടങ്ങിയിട്ട് അതിലിടാമെന്നാണ് ഓർത്തത്. പിന്നെ അമ്മയാണ് പറഞ്ഞിട്ടുള്ളത് തന്നെ ഇടാമല്ലോ എന്നും. ആക്ച്വലി എനിക്ക് സ്റ്റഡി വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് കണ്ട സമയമുണ്ട്. ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ 8ാം ക്ലാസ്സിലൊക്കെ വെച്ച് ഞാൻ തന്നെ വീഡിയോ എടുക്കും, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും, ഞാൻ തന്നെ ഇരുന്ന് കാണും. അങ്ങനെ ചില ഭ്രാന്തുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സ്റ്റഡി വ്ളോഗ് ഇടാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്ക് ആദ്യം വന്ന ഒരു കമൻറ്റാണ് ഇന്ന് ഞാൻ ഇത്രയും വീഡിയോസ് ഇടാനുള്ള റീസൺ. ഞാൻ വീഡിയോ ഇട്ട ടൈമിൽ ഓർത്തു എന്തെങ്കിലും ഒരു റെസ്പോൺസ് വരികയാണെങ്കിൽ ചെയ്യാമെന്ന്. ആദ്യമൊന്നും ഒട്ടും വ്യൂസ് ഇല്ലായിരുന്നു. ഞാൻ SSLC ഫൈനൽ എക്സാം എഴുതുന്ന ടൈമിലാണ് കുറച്ചുകൂടെ വ്യൂസൊക്കെ ആയി തുടങ്ങിയത്. അന്നും ഇന്നും ഞാൻ വീഡിയോ ഇടുന്ന ടൈമിൽ മെയിനായിട്ട് നോക്കുന്നത് എൻ്റെ ഒരു വീഡിയോ കാണണം നിങ്ങൾക്ക് വല്ല മോട്ടിവേഷൻ കിട്ടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് എ ലോട്ട് ടു മീ. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ ഇടുന്നത്. കാരണം നമ്മൾ കാരണം ഒരാൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവാൻ, പഠിക്കാനായിട്ട് ഇൻസ്പിറേഷൻ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കുറേ കമൻറ്റ്സ് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ആക്ച്വലി, നമുക്കെന്ന് പറഞ്ഞാൽ എനിക്ക്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനിൽ ഓൾ എന്നൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ.